നിയമസഭാ മത്സരത്തിൽ ഓരോ പ്രദേശത്തു നിന്നുള്ള പ്രാദേശിക നേതാക്കൾക്ക് ആ പ്രദേശത്ത് പ്രാധാന്യമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് നാം അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ചും നാം അല്ലെങ്കിൽ ഞാൻ നിലകൊള്ളുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ന് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും അവരുടെ പ്രത്യേകതകളും ഈ നാട്ടുകാർക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. അവരുടെ ആശയങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളും ഇവിടെ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് മുൻതൂക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം മുൻതൂക്കം ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ ആ വ്യക്തി വിജയിക്കുന്നത് എന്നുള്ളൊരു അന്വേഷണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇനി കേരളത്തിൽ ഒരു തുടർ ഭരണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണവും. തൃശ്ശൂർ മുൻതൂക്കം പലരും പറയണത് രാജൻ പല്ലൻ എന്നാണ്. കാരണം ഇവിടെ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട്. പക്ഷേ LDF ക്യാമ്പുകൾ എന്നുള്ള പറയുന്ന കാര്യം ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം, പാർട്ടി ചിഹ്നത്തിനാണ്, പാർട്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്, അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ജില്ലയിൽ അങ്ങനെ ഇവിടെ എത്രയോ വലിയ വലിയ കൊമ്പന്മാർ ഇവിടെ തറവറ്റിയേക്കണം. കാരണം മുരളീധരന് ഇവരൊക്കെ തോൽപ്പിച്ചില്ലേ, അവരൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടാവും അതിന് പ്രത്യേകിച്ച്. പിന്നെ രാഷ്ട്രീയമാണ് ഈ മതവും ജാതിയൊക്കെ അതിൻ്റെ പിന്നിലുള്ളത്. ഒന്നാമത് രാഷ്ട്രീയം തന്നെ തൃശ്ശൂർ. അത് ഈ ജില്ലയിൽ മാത്രം അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റു ജില്ലകളിലൊക്കെ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മതം തന്നെയാണ്, മതത്തിന് തന്നെയാണ് പ്രത്യേകത. പക്ഷെ തൃശ്ശൂർ അതില്ല. അതെ, തൃശ്ശൂർ രാഷ്ട്രീയത്തിന് അതീതമാണ്. വികസനം പിന്നെ ഇല്ലേ, വികസനം ഇല്ലേ. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഏകദേശം ഒരു 10-20 വയസ്സ് തൊട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട്. ഞാൻ SFIയിലൊക്കെ ആദ്യം പ്രവർത്തിച്ചതാണ്, പിന്നെ മാറിയതാണ്. ഇതേപോലൊരു വികസനം ഞാൻ എൻ്റെ ആവശ്യം കണ്ടിട്ടില്ല. കാസർഗോഡ് പോയിട്ട് അവിടെ നിന്ന് നമ്മളൊരു ബസ് കയറിയാൽ മതി തിരുവനന്തപുരത്തേക്ക്. കാസർഗോഡ് പോയിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് കയറിയാൽ നമുക്ക് നേരിട്ട് കാണാം, അറിയാം വികസനം എങ്ങനെയാണെന്നുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അത് ഒരു ടൈം കഴിഞ്ഞ് രണ്ടാമത്തെ ടൈം വരുമ്പോൾ മോദിക്ക് ഭരണവിരുദ്ധരുണ്ടായില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ലേ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരം LDFന്റെ തോൽവിയിലേക്ക് പോകില്ല ഒരിക്കലും. എത്ര സീറ്റ് കിട്ടും അതൊന്നും പറയാൻ പറ്റില്ല. എത്ര സീറ്റ് വിജയിക്കും, LDF വിജയിക്കും എന്നുള്ളതാണ്. BJPക്ക് വല്ല സാധ്യതയുണ്ടോ? ഒറ്റ സീറ്റും കിട്ടൂല, ഒരു സീറ്റും കിട്ടൂല. കരുണാകരന്റെ മകൾ എന്നുള്ള രീതി പത്മജനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കുറേ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. പത്മജനെയും മുരളീധരനെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം തൃശ്ശൂർ കുറേ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈരാഗ്യം, വ്യക്തി വൈരാഗ്യം? അതൊരു ജോസഫ് കുണ്ടംകുളം എന്നുള്ള ഒരു മെത്രാനുണ്ടായിരുന്നു ഇവിടെ, കേട്ടിട്ടില്ലേ? ജോസഫ് കുണ്ടംകുളം അങ്ങേരായിട്ടുള്ള ഒരു ഉടക്കാണ്, കരുണാകരൻ്റെ ഒരു ഉടക്കാണ് ആ കുടുംബത്തിനെ കൃഷിക്കാരെ അകറ്റി നിർത്താനുള്ള കാരണം. അതിന്നും ഇവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഇപ്പോഴും. അത്രയും ശക്തമായ രീതിയിലുള്ള ഒരു പ്രശ്നമായിരുന്നു അത്. അതെന്താ അതിൻ്റെ കാരണം? ഇപ്പോഴും എനിക്ക് കുണ്ടുകളായിട്ടുള്ള ഓർമ്മയുണ്ടെങ്കിലും ആ ഒരു ഞാൻ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അതിന് പ്രശ്നത്തെ പറ്റി വലിയ പിടിയില്ല. പ്രശ്നം രണ്ട് തരത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. എന്നാലും പുറം കാഴ്ചയിലുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ, ഞാനൊക്കെ. അതിൻ്റെ കാമ്പിലേക്കൊന്നും കയറി ഇന്നവരെ നോക്കിയിട്ടില്ല. പുറം കാഴ്ചയിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ PT മാനുവലില്ലേ, PT മാനുവലിനെ കൊണ്ടുപോയി കർണാടക ഇതിൽ കൊണ്ടുപോയി ശരിക്കും നല്ല വല്ലാണ്ടങ്ങോട്ട് തകർത്ത് കളഞ്ഞാണ്. ഐസ് ചാമ്പറിലൊക്കെ വെച്ച് ഐസ് ബോക്സിലൊക്കെ ഇട്ട് അടച്ച് ആ കള്ളനോട്ടിൻ്റെ കേസാണ് 20ൻ്റെ. അത് പിന്നെ പലതരത്തിലേക്ക് അങ്ങോട്ട് മാറി, പല രൂപത്തിലേക്ക് മാറി. അതൊരു വലിയൊരു വൈരാഗ്യ മാറി. അത് ആ സമയത്തൊക്കെ ഓരോ ഞായറാഴ്ച ഇടയലേഖനം ഇറക്കുമായിരുന്നു ജില്ലയിൽ. കോൺഗ്രസിന് എതിരായിട്ട് ഒരു ശക്തമായ ഒരു വികാരം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലേക്ക് വന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. വികസന നേട്ടം അല്ലെങ്കിൽ വികസന കുതിപ്പുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുൻതൂക്കം ശരിക്ക് പാർട്ടിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടി നിർത്തിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും കേരളം മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അത് കിട്ടേണ്ടതാണ്, ശരിക്ക് കിട്ടാൻ അർഹതപ്പെട്ടതാണ്. പക്ഷെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ ഒരു സൈക്കോളജി
നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ നേട്ടം കിട്ടുന്നതാണെന്ന് വിചാരിച്ചത്. കാരണം ഈ വികസന കുതിപ്പൊക്കെ അന്നുണ്ടല്ലോ, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഈ ശബരിമല പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇപ്പം അതൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് വിചാരിക്കണം. ഇത് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണെങ്കിലും. പിന്നെ UDFൻ്റെ ഭാഗത്ത് 10 വർഷമായിട്ട് അവർക്ക് ഭരണം കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കൊരു സിമ്പതി അവരോട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആര് ജയിക്കും? അത് എങ്ങനെ പറയാൻ പറ്റും? എന്നാലും ഒരു ചേട്ടന് ഇവിടുത്തെ മൊത്തം കാലാവസ്ഥ നോക്കുന്നു. ഇവിടെ പണ്ട് ഇപ്പോൾ എനിക്കൊരു 67 വയസ്സായിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരു കത്തോലിക്ക സഭയുടെ ഒരു സ്വാധീനം പണ്ടുണ്ടായിരുന്നു തൃശ്ശൂർ നിയോജനമണ്ഡലം. ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ ജയിച്ചു വരുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആ കാലം മാറി. അതായത് അന്ന് BJP ഇല്ല. BJP വന്നപ്പോൾ അതിന് തത്തുല്യമായിട്ട് തന്നെ ഒരു സംവരണ മേധാവിത്വം തൃശ്ശൂരിലുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ശരിക്കും ഒരു മത്സരമുണ്ട്, ഈ വർഗീയമായൊരു മത്സരം. അതിൻ്റെ ഇടയിൽ ലീലാകൃഷ്ണൻ ഒരു ശരാശരിക്കാരുടെയും അതിൻ്റെ താഴത്തുള്ള ആൾക്കാരെയും സാധാരണക്കാരുടെയൊക്കെ ഒരു വോട്ട് കിട്ടി ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. പിന്നെ പത്മജ എന്ന് പറയുമ്പോൾ അവരുടെ നമ്മുടെ കരുണാകരൻ ആ ഒരു സഖാവിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ പത്മജ ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണലാണ്. പക്ഷെ അല്ലാത്ത 2 പാർട്ടിയും നോക്കുമ്പം ഫുൾ എഡിറ്റോറിയലാണ്. ഒത്തിരി കഥ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കഥയുണ്ട്. പക്ഷേ 2 പാർട്ടിയും ഇപ്പം ഒന്ന് BJP മികച്ചത് അങ്ങനത്തെ ഇതല്ല ഞാൻ പറയുന്നത്. കുറച്ചും കൂടി ജെന്യുവിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുവരുന്നത് BJPയുടെ ഒരു ഇതാണ്ടായിട്ട് കണ്ടുവരുന്നത്. മറ്റേ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? അവരൊരു അധികാരത്തിൽ കയറി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവരങ്ങ് തള്ളുന്നതാണ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമുക്ക് ഇഷ്ടം തോന്നില്ല അവരുടെ ചാനൽ ചർച്ചകൾ കേൾക്കുമ്പോൾ. ഒരാൾ അവരെ കുറ്റം പറയുന്നു, ഇവർ ഇങ്ങനെ കുറ്റം പറയുന്നു. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടു, നമ്മുടെ VV രാജേഷ് മേയർ ഇതിനു മുമ്പുള്ള ഒരു മേയർ ഒരു വിളക്ക് വാടക എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് 6000 രൂപ വാടക അവർ എക്സ്പെൻസ് എഴുതി വെക്കുന്നു. ഇപ്പോൾ ഇവർ വാടക എടുത്തു കഴിഞ്ഞപ്പോൾ വെറും 500 രൂപയുള്ളൂ. അപ്പോൾ അതെന്ത്? ആ ഒരു പോയിന്റിൽ തന്നെ എത്ര അഴിമതി നടക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഓരോ തലത്തിലും അവരും എന്താണ് ചെയ്യുന്നതെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ജനങ്ങൾക്ക് ഫേവർ ഉണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് കയറ്റി വരുമ്പോൾ അവർക്ക് വേണ്ടത് ചിലപ്പോൾ അവർ പറയുമായിരിക്കും വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ചെയ്യുന്നുണ്ടോ? എനിക്കതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് പത്മജനെ എനിക്കൊരു മനസ്സിലതുണ്ട്. തൃശ്ശൂർ ആര് ചോദിച്ചാലും വോട്ട് ചെയ്യാൻ പോവില്ലേ? വോട്ട് ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയമല്ല, അത് നമ്മുടെ പൗരധർമ്മമാണ് വോട്ട് ചെയ്യല്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്യും. പിന്നെ വെളിപ്പെടുത്തല്ല. വോട്ട് പോലെ തന്നെ രഹസ്യമായിട്ടിരിക്കട്ടെ. അല്ല, എൻ്റെ ഒരു വീക്ഷണത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന സാധ്യത ആളുകൾക്കറിയാവുന്നല്ല. പക്ഷേ ഈ ആലങ്കോട് ആളെ ഇവിടെ ആർക്കും വലിയ അങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെ പത്മജ BJP കഴിഞ്ഞ മറ്റേ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഇതൊന്നും കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല. പിന്നെ ക്രിസ്ത്യൻ സഭകളുടെ സപ്പോർട്ടുണ്ടല്ലോ രാജമ്പലിന്. അപ്പോൾ ആൾ ജയിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നണം കണ്ടിട്ട് തൃശ്ശൂർ.